മോനെ, ഇങ്ങനെയുള്ള ഇഷ്ടവും ഇഷ്ടക്കേടും അടുപ്പവും അകലും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടികൾ ആൺകുട്ടികളെ പ്രേമിക്കും, തഞ്ചം കിട്ടുമ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്യും. അതൊക്കെ തരണം ചെയ്ത് പോരണം. അതാണ് ആൺകുട്ടികളുടെ കരുത്ത്. അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ നിനക്ക് അവളെയും വേണ്ട. ഇതുവരെ കണ്ടതും കേട്ടതും പറഞ്ഞതും ഒക്കെ മറന്ന് അവളെ അങ്ങ് ഒഴിവാക്ക്. അതേടാ, പുകഞ്ഞ കൊള്ളി പുറത്ത്. അത് കുറച്ചേരം കൂടി പുകയും. അതുപോലെ അവളെക്കുറിച്ചുള്ള വിചാരങ്ങള് കുറച്ചു ദിവസം കൂടി നിന്റെ മനസ്സിലുണ്ടാവും. പിന്നെ അതങ്ങ് താനേ അടങ്ങിക്കൊള്ളും. ഈ അമ്മ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി അവളെ കാണും. കണ്ടിട്ട് എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. ഒരിക്കലോ 9 വട്ടവും നീ കാണ്. പിന്നെ അപ്പം പറഞ്ഞ പണിയൊന്നും നീ ചെയ്യരുത്, പുലിവാലാകും. അവള് നിന്റെ വഴിക്കല്ലെങ്കിൽ അവളെ അവളുടെ വഴിക്ക് വിട്ടിട്ട് ചിരിച്ച് സന്തോഷത്തോടെ കൈ കഴുകി പോരണം. അമ്മയാണമ്മേ, അമ്മ. അമ്മേ, സുരേന്ദ്ര, എന്താമ്മേ? ഞാൻ ഓരോന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്താ അമ്മ ആലോചിക്കുന്നത്? അല്ല, ആ കൂട്ടര് വന്നിട്ട് പോയതിനെ കുറിച്ചേ, തിരുവനന്തപുരത്തെ അവരൊക്കെ വലിയ പണക്കാരല്ലേ? ആ പണക്കാരുടെ വീട്ടില് ദേവൂട്ടി എങ്ങനെയാ കഴിഞ്ഞു പോവുകയെന്ന് ആലോചിക്കുകയായിരുന്നു. ആ പയ്യൻ അവളോട് ഇഷ്ടം കാണുമായിരിക്കും. പക്ഷെ മറ്റുള്ളവരൊക്കെ അവളെ എങ്ങനെ കാണുമെന്ന് നമുക്ക് ചിന്തിക്കാനാവില്ലല്ലോ സുരേന്ദ്ര. അതൊക്കെ ആലോചിക്കുമ്പോ അത് നടക്കാതെ പോയതാ നല്ലതെന്നാ എനിക്കിപ്പൊ തോന്നണേ. അമ്മ കരുതും പോലെ അല്ലെന്ന് തോന്നുന്നു അവരുടെ കുടുംബം. പണത്തിന്റെ അഹങ്കാരവും പൊങ്ങച്ചും ഒന്നും ഞാൻ കണ്ടില്ല. അവര് വന്നു പോയതിനു ശേഷം ആ പയ്യനെ ഞാൻ വീണ്ടും കണ്ടു. നല്ല തങ്കപ്പെട്ട സ്വഭാവം ആ പയ്യന്റേത്. അത് നടന്നിരുന്നെങ്കിലേ ഒരു തകരാറും വരുമായിരുന്നില്ലമ്മേ. അവനും ഒത്തിരി ജീവിതം ദേവൂട്ടിക്ക് സന്തോഷം നിറഞ്ഞതാവുമായിരുന്നു. ആ, അതൊക്കെ കഴിഞ്ഞു. ഇനി അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അവക്ക് ചേരുന്ന ഒരു ബന്ധം, നല്ല ബന്ധം, അതെത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇനിയുള്ള ആവശ്യം. സുരേന്ദ്രട്ട, അമ്മ പറഞ്ഞത് ശരിയാ. കഴിയും വേഗത്തിൽ ദേവൂട്ടിയുടെ കല്യാണം നടത്തണം. അവക്ക് പറ്റിയ ആരെങ്കിലും സുരേന്ദ്രേട്ടൻ തന്നെ കണ്ടെത്തണം. പിന്നെ ഏത് വഴിയിലൂടെയാണെങ്കിലും അതിനുള്ള പണവും കണ്ടെത്തണം. അല്ല ഇന്ദുമതി, നീ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സംസാരിച്ചിരുന്നേ. അഖിലയുടെ കാര്യം കഴിയാതെ ദേവൂട്ടിയുടെ കാര്യം മിണ്ടിപ്പോരുന്നല്ലേ നീ പറഞ്ഞിരുന്നത്? സുരേന്ദ്രേട്ടൻ അതൊക്കെ എന്തിനാ ഓർത്തു വെച്ചേക്കുന്നേ? അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതെന്നുള്ള വിചാരമൊന്നും വേണ്ട. ദേവൂട്ടിയുടെ കാര്യം കഴിഞ്ഞ് അഖിലയുടെ കാര്യം തീരുമാനിക്കാവും. അതല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്നെ ആയിരിക്കും പേരുദോഷം. പെണ്ണ് കാണാൻ വന്നിട്ടൊരു വാക്കുപോലും പറയാതെ ഇറങ്ങിപ്പോയതേ സത്യത്തിൽ അപമാനിക്കല. അങ്ങനെ ഒരു അപമാനം അവക്കിനി വരാതിരിക്കാൻ അവളെപ്പോലെ തന്നെ ഒരാളെ നമുക്ക് കണ്ടെത്തണം. എന്തെങ്കിലുമൊക്കെ കുറവുള്ള ഒരാളാണെങ്കിൽ അവരെങ്ങനെ പരസ്പരം സഹിച്ച് ക്ഷമിച്ചൊക്കെ ജീവിച്ചോളും.